ഹലോ എവ്രി വൺ, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറി ടൈം ബൈ ഉമ്മുകുൽസു. എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട്, കാരണം എനിക്ക് 3 ദിവസമായിട്ട് പനിയാണ്. ദിസ് ഇസ് ലൈക്ക് തേർഡ് ഡേ. എനിക്ക് പനി, കോൾഡ്, കഫ്, മുതുകുവേന, നെഞ്ചുവേന അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. സോ ഞാൻ 2 ദിവസമായിട്ട് കംപ്ലീറ്റ്ലി റെസ്റ്റ് ആയിരുന്നു. അതിന് ശേഷം ഇന്ന് 3-ാമത്തെ ദിവസമാണ്. നാളെ എനിക്കൊരു ഇവൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും അസുഖം പെട്ടെന്ന് തന്നെ മാറണമായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ റിക്കവേർഡ് ആയെന്ന് പറയാം. പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ എൻ്റെ വെയിറ്റ് ഒക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് 3 കിലോ കുറഞ്ഞു. 3 കിലോ കുറഞ്ഞെങ്കിലും കാണുമ്പോഴത്തേക്ക് നല്ല വെയിറ്റ് കുറഞ്ഞൊരു ഫീലാണ്. എൻ്റെ മുഖമൊക്കെ ചെറുതായി, ബോഡിയൊക്കെ ചെറുതായി. ഓക്കെ, എനിവേസ്, അപ്പം ഞാൻ ആ ഒരു എന്താ പറയുക, ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് ഹോൾ വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊമോഷന് വേണ്ടി R&B എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റിൽ, ഷോറൂമിൽ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ നമ്മൾ പോകുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യൂഷ്വലി പർച്ചേസ് ചെയ്യുന്ന സ്ഥലമല്ല, പക്ഷേ ലോട്ട് ഓഫ് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് സുഡിയോ എന്ന് പറയുന്നത്. ഞാൻ യൂഷ്വലി സുഡിയോ എന്ന് വാങ്ങിച്ചിട്ട് ഒരുപാട് നാളെ, കാരണം എല്ലാം റിപ്പിറ്റേറ്റീവ് ക്ലോത്ത്സ് ആയതുകൊണ്ട് എല്ലാവരും ആ ഉടുപ്പിടാൻ, എനിക്ക് എല്ലാവരും ഇടുന്ന സംഭവം ഇടാൻ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഐ സ്റ്റോപ്പ് ബൈയിങ് ലൈക്ക് ലോങ് ടൈം ബാക്ക്. ഞാൻ നിർത്തിയതാണ്. ഞാൻ H&M എന്നാണ് ഇപ്പോൾ കൂടുതലും വാങ്ങിക്കാറ്. അപ്പോഴത്തേക്കും അപ്പോൾ സുഡിയോൺ പോലെ തന്നെ ഒരു അഫോർഡബിൾ ബട്ട് സ്റ്റിൽ ഒരുപാട് റിപ്പിറ്റേറ്റീവ് ഇല്ലാത്തൊരു സ്ഥലമാണ് R&B. പക്ഷെ ഒരുപാട് പേർക്ക് അറിയില്ല, കാരണം അത് അത്രക്കും ഫേമസ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ R&B പറയുന്ന പോലെ അബുദാബിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം അതിൻ്റെ പ്രൊമോഷൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊമോഷന് വേണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ അവിടെ ഇഷ്ടം പോലെ കളക്ഷൻസ് ലൈക്ക് ഡെനിംസ്, ജീൻസ്, എവറിത്തിങ് ഇസ് റിയലി ഗുഡ്. അപ്പം ഞാൻ ഓർത്തു ഡെഫിനറ്റ്ലി അവിടെ പോയിട്ടൊന്ന് പർച്ചേസ് ചെയ്യാന്ന്. ഒരു ഗ്രാൻഡ് പർച്ചേസാണ്. ഗ്രാൻഡ് പർച്ചേസ് ഇൻ സെൻസ് നിങ്ങൾ 8,000 റുപ്പീസിന് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാന്നാണ്. ഇന്നൊരു ചാലഞ്ചിങ് വീഡിയോ ആണ്. ലൈക്ക് ലെറ്റ്സ് ബൈ ക്ലോത്തിങ് പ്രോഡക്ട്സ്, വാട്ട് എവർ പ്രോഡക്ട്സ്, അവിടെ ഇഷ്ടംപോലെ പ്രോഡക്ട്സ് ഉണ്ട് ഫോർ 8,000. എനിക്ക് മാത്രമല്ല, ഞാൻ അഫ്സൽ, അപ്പം ഞങ്ങൾക്ക് രണ്ടും കൂടെ വേണ്ടി അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അവിടെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വി വിൽ ബൈ ഇറ്റ് അക്കോർഡിംഗ്ലി. സോ 8,000 റുപ്പീസ് ബഡ്ജറ്റ് ചലഞ്ചാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോൾ വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ, എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കോമൻറ്റ് ഡെഫിനറ്റ്ലി. അപ്പം അത്രയേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണണം, കാരണം ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ എന്തായാലും ഉണ്ടാവും. ഞാൻ ഇന്ന് ഇട്ടേക്കുന്നത് ഒരു ടോപ്പ് ആൻഡ് ഒരു ജീൻസാണ്. ഞാൻ നീങ്ങി നിന്ന് കാണിച്ചു തരാം, ജസ്റ്റ് മിനിറ്റ്. സോൾ ഇട്ടേക്കാണ്, പിന്നെ ഒരു ജീൻസാണ് ഇട്ടേക്കുന്നത്. ഒരു ബാഗ് വെച്ച് പെയർ ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. സി, ഞാൻ മുടി അഴിച്ചിട്ടിട്ടാണ് അവിടെ എത്തുമ്പോൾ അഴിച്ചിടാന്ന് ഓർത്ത്. ഇപ്പോഴേ അഴിക്കണ്ടല്ലോ, കാരണം വണ്ടി പോകണമല്ലേ. ഞാൻ ചുമ്മാ ആക്സസറൈസ് ചെയ്തതാണ്. ഐ മിക്സ്ഡ് ആക്സസറൈസ്ഡ് ആക്ച്വലി, കാരണം ഇതൊരു റോസ് ഗോൾഡ് ചെയിനാണ്, ഇതൊരു ഗോൾഡൻ ഹൂപ്സ് ആണ്. ലൈക്ക് ഹൂപ്സ് അല്ല, ഗോൾഡൻ വിത്ത് ബ്ലൂ ഇയറിങ്സ് ആണ്. പക്ഷേ ഇതൊരു സിൽവർ ബാംഗിൾസ് ആണ്. സോ അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നി അതേപോലെ ഇട്ടു, അത്രേ ഉള്ളൂ. സോ ഇത് ആക്ച്വലി ഞാൻ ഇടാൻ പ്ലാൻ ചെയ്തത് ഹൗ ഇറ്റ്സ് ലുക്സ് ലൈക്ക്. ഞാൻ ഇങ്ങനെ ഇടുന്നത്. ഈ ഷർട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെയാണ്, അലൂമിൻ്റെ ഷർട്ടാണ്. സി, ഇതിങ്ങനെ അടച്ചിടുന്ന ഒരു ടോപ്പാണ് ബേസിക്കലി. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഭയങ്കര പ്രിട്ടിയസ്റ്റ് ടോപ്പാണ്. സി, സോ പ്രിട്ടി, നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. സി, ഇങ്ങനത്തെ ഒരു ടോപ്പാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ആക്ച്വലി R&B നമ്മുടെ പാലാരിവട്ടത്തും ഉണ്ട്, സെൻറ്റർ സ്ക്വയറിലും ഉണ്ടെന്ന് പറയണ കേട്ടു. ഞാൻ മോസ്റ്റ്ലി പാലാരിവട്ടത്ത് തന്നെ പോവുള്ളൂ. സോ ലെറ്റ്സ് സീ ദാറ്റ്. സോ ബൈ. ഹായ് ഗൈസ്, നല്ല മഴയുണ്ട്, നല്ല മഴയാണ്, ചെറിയ മഴയുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിൻ്റെ സ്പോട്ടിൽ എത്തിയേക്കുവാണ്. നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. ഞാൻ ഇവിടുത്തെ കളക്ഷൻസ് എല്ലാം നിങ്ങൾ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ.
ഗേൾസിനും മെൻസിനും അതുപോലെ തന്നെ എന്താ പറയുക വീട്ടിലിടുന്ന ഡ്രസ്സ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഞാനിങ്ങനെ ഓരോന്ന് തപ്പി തപ്പി നടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് ജീൻസ് നോക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ജീൻസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പക്ഷെ സൈസില്ല, അതാണ് സത്യം. സൈസിന് ഇഷ്യൂ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓരോ എനിക്കിഷ്ടപ്പെടുന്നത് നോക്കി നോക്കി നടക്കുമായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഇടാൻ പറ്റിയ സെറ്റുകൾ, പൈജാമ സെറ്റുകൾ തന്നെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പോഴാണ് എൻ്റെ അഫ്സൽ അവിടെ ട്രൈനിങ്ങിൽ വിളിച്ചത്. അപ്പം ഞാൻ നേരെ നോക്കി അവിടെ ചെന്നു. സാർ മെൻ സെക്ഷനിലും ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല കിടിലൻ ഷർട്ട്സൊക്കെ ഞാൻ കണ്ടു. ഭയങ്കര നല്ല കളേഴ്സുള്ള ഷർട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നേരെ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കി, ഈ ടോപ്പ് നോക്കി. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, ലൈക്ക് എനിക്ക് ഒന്നിലെ ഫുൾ ലെങ്ത്ത് അല്ലെങ്കിൽ ക്രോപ്പ്. ട്യൂണിങ്സ് ആണെങ്കിൽ പോലും അതിന് എനിക്കൊരു പ്രത്യേക രീതി വന്നാൽ മാത്രമേ ഇഷ്ടമുള്ളത്, വേറെ കോമഡിയാണ്. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കി. ഇതെനിക്ക് ഭയങ്കര വലുതാണ്. ബട്ട് സ്റ്റിൽ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഭയങ്കര ലൈക്ക് എന്താ പറയുക, മൊത്തം വോളിയം നല്ല കൂടുതലാണ്. സോ നമ്മൾ ഇട്ടാലും ഭയങ്കര വലുതായിട്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയുള്ള സൈസ് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു. സോ ഞാൻ എടുത്തില്ല. പക്ഷേ എനിക്ക് ഈ സെയിം തന്നെ ഞാനൊരു ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി മീഷോന്ന് വാങ്ങിച്ച സിമിലർ ഒരു പാറ്റേൺ ഉണ്ട്. സോ അതുകൊണ്ട് ഞാനിത് എടുത്തില്ല. ബട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ല, ഈ ബ്ലൂവിനേലും നല്ലത്. കാലിട്ടിട്ട് നിങ്ങൾ കാണിച്ചു ഇങ്ങനെയുണ്ട്. ഞാൻ മറ്റേ കാലിൽ പിങ്ക് വേണോ നോക്കട്ടെ. ഞാൻ പിങ്ക്
കോമഡി എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് 8,000 ആയപ്പോഴത്തേക്കാണ് നമ്മൾ ബില്ല് ചെയ്യാൻ പോയത്. അപ്പോഴാണ് ഞാൻ ഈ എത്നിക് വെയർസിൻ്റെ ഭാഗത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കിടിലൻ കളക്ഷൻസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേണിലും കൂടുതൽ ഇവിടുത്തെ കളക്ഷൻസ് ഇഷ്ടമായി. അത്രക്ക് അടിപൊളി കളക്ഷൻസ് കണ്ടോ. ഇത്രയുമായിരുന്നു ഞങ്ങൾക്ക് ആയ എമൗണ്ട് 8,686. പക്ഷേ എനിക്ക് എത്നിക് വെയർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവിടെ നിന്ന് ഞാനൊരു ടോപ്പും പാൻറ്റും ഒരു കുർത്ത സെറ്റ് എടുത്തു കേട്ടോ. സോ അതും കൂടെ ചേർത്താണ് പിന്നെ ബില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ബില്ല് 8,000-ലും കൂടുതലായിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും 10,234, അതായത് 10,234 രൂപയാണ് നമുക്ക് അവസാനത്തെ ഒരു പേയ്മെൻറ്റ് വന്നത്. 8,000 എന്നുള്ള ചലഞ്ച് മാറി 10,000-ലേക്ക് പോയിരിക്കുന്നു ഗൈസ്. നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, കംപ്ലീറ്റ് കഴിഞ്ഞു. നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്? 8,000. പക്ഷെ അല്ല, നമ്മൾ എക്സീഡ് ചെയ്തു. നമ്മൾ 10,000 പർച്ചേസ് ചെയ്തു കഴിഞ്ഞു. നമ്മൾ എൻ്റെ കയ്യിൽ ഫുൾ കവറുണ്ട്. ഇത് ആക്ച്വലി എനിക്കും അഫ്സലിനും അയാനും വേണ്ടിയിട്ടുള്ള പർച്ചേസ് ആയിരുന്നു. സോ പിന്നെ അങ്ങനെ അല്ലറയിലുള്ള വേറെ കുറച്ച് ഐറ്റം നല്ല കുറേ എന്താ പറയുക കളക്ഷൻസ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര ഇഷ്ടപ്പെടും. മെൻസിനും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ട്രഡീഷണൽ വെയർ എത്നിക് വെയറിലാണ് കൂടുതൽ കളക്ഷൻ കണ്ടത്. പക്ഷെ ഞാൻ എപ്പോഴും വെസ്റ്റേൺ പോയി നോക്കുന്നുണ്ട്, മേളിൽ പോയി നോക്കി ചമ്മി. പക്ഷേ മേളിൽ കൂടുതൽ കളക്ഷൻ ഇവിടെ ഉണ്ട്. ഭയങ്കര എനിക്ക് ഇഷ്ടമായി. കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ സൽവാർ കൊടുത്തു. എന്നാലും ഞാൻ എൻ്റെ ഹോൾ വീഡിയോ കാണിക്കുന്നതാണ്. എന്നിട്ടാണ് ഞാൻ ഇവർക്കൊക്കെ ഇടാൻ കൊടുക്കുള്ളൂ. അത് വേറെ കാര്യം. പക്ഷെ നാളെ അഫ്സലിനൊരു ഇവൻ്റ് ഉണ്ട്. എന്തായാലും അഫ്സൽ ബ്ലാക്ക് ഇടും. പക്ഷേ ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം. ഷോപ്പിംഗ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എമൗണ്ട് 8,000 ആയിരുന്നു. പക്ഷേ എക്സീഡ് ചെയ്ത് പോയി 10,000 ആയി. പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ സ്റ്റുഡിയോയുടെ പോലെ തന്നെ അതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് പോവാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗായ്സ്. മറക്കരുത്.